CPM തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് ഒരു അക്കൗണ്ടിൽ മാത്രം 10 കോടി രൂപ എന്ന് വെളിപ്പെടുത്തൽ. ആദായ നികുതി ഉദ്യോഗസ്ഥർ ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം കണ്ടെത്തിയത്. ഇതിൽ നിന്ന് 1 കോടി രൂപ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ പിൻവലിച്ചു എന്നും കണ്ടെത്തി. CPIMന്റെ ബാങ്ക് അക്കൗണ്ടുകൾ കർശന നിരീക്ഷണം നടത്തി വരുന്നതിനിടെയായിരുന്നു ഈ പണം പിൻവലിക്കൽ. തുടർന്നായിരുന്നു പരിശോധന നടന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ 1 കോടി രൂപ ഒറ്റത്തവണയായി പിൻവലിച്ചിരുന്നു. ഇതിനു മുൻപും ലക്ഷക്കണക്കിന് രൂപ ഈ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. തുടർന്നാണ് ബാങ്കിൽ 2 ദിവസമായി ആദായ നികുതി പരിശോധന നടത്തിയത്. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ CPMന് ബാങ്കിൽ അനധികൃത നിക്ഷേപമുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. EDയുടെ കത്തിനെ തുടർന്ന് ഇൻകം ടാക്സ് നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടെത്തലുകൾ. MM വർഗീസ് CPM അക്കൗണ്ടിൽ നിന്ന് 1 കോടി രൂപ പിൻവലിച്ചു എന്നാണ് പുതിയ കണ്ടെത്തൽ. ഈ പണം ഉൾപ്പെടെ അക്കൗണ്ടിലുള്ള 6 കോടി രൂപയുടെ ആദായ നികുതി അടച്ചിട്ടില്ല എന്നും ED കണ്ടെത്തി. അക്കൗണ്ടിലെ മുഴുവൻ ഇടപാടുകളും പരിശോധിക്കുകയാണ്. CPM ഓഫീസ് സെക്രട്ടറിയെയും വിളിച്ചു വരുത്തി വിവരങ്ങൾ ശേഖരിക്കുന്നു. ബാങ്കിലേക്ക് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തിയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനോട് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ED നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. തൃശൂർ ജില്ലയിൽ മാത്രം വിവിധ സഹകരണ ബാങ്കുകളിലായി CPMന് 81 അക്കൗണ്ടുകൾ ഉണ്ടെന്ന് ED നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിൽ 5 അക്കൗണ്ടുകൾ കരുവന്നൂരിലാണെന്നും ED കണ്ടെത്തുകയുണ്ടായി. ഈ 81 ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ MM വർഗീസിനോട് ചോദിച്ചിരുന്നുവെങ്കിലും വിവരങ്ങളൊന്നും നൽകിയിട്ടില്ലെന്ന് ED വൃത്തങ്ങൾ പറയുന്നു. തൃശൂർ ജില്ലയിൽ 91 ഇടങ്ങളിൽ CPMന് വസ്തുവകകൾ ഉണ്ടെന്ന് ED കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളും MM വർഗീസ് നൽകിയിട്ടില്ല. തുടർന്നാണ് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. മുൻ MP PK ബിജുവിനോടും തിങ്കളാഴ്ച ഹാജരാവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.